ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ക്യൂൻസ് ഗാലറി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മാംഗോ വെച്ചിട്ടുള്ള അടിപൊളി സിമ്പിളായിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു ഇറ്റാലിയൻ സ്റ്റൈലുള്ള ഒരു പുഡിങ്ങാണ്, പാനക്കോട്ട മാംഗോ പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാംഗോ വേണം. അപ്പോൾ ഇതല്ല കേട്ടോ, ഇതിൻ്റെ അത്യാവശ്യം വലിയൊരു മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ ഇതുപോലെ ഞാൻ ഇപ്പോൾ എടുത്ത അങ്ങനത്തെ ചെറിയ മാങ്ങയാണെങ്കിൽ 2 എടുക്കാം. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. അപ്പോൾ ഇതുപോലെ വെള്ളമൊന്നും ചേർക്കാതെ നല്ല ക്രീമിയായി അടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ. ഇത് നല്ല പഴുത്ത മാങ്ങ, നല്ല മധുരമാണ് കേട്ടോ. ഇവിടുത്തെ മാങ്ങ ഭയങ്കര മധുരമാണ്. അതുകൊണ്ട് ഇതിൽ മധുരമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ മാംഗോ ഇങ്ങനെ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ഇതൊക്കെ ചേർക്കേണ്ടത് ജലാറ്റിനാണ് കേട്ടോ വേണ്ടത്. അൺഫ്ലവേർഡ് ജലാറ്റിനാണ്. അപ്പോൾ നമ്മളെ മാങ്ങ അടിച്ചെടുത്തിട്ടുണ്ടല്ലോ, അത് എത്ര ഉണ്ടെന്ന് അളന്ന് നോക്കുക. അപ്പോൾ എനിക്ക് 2 കപ്പ് ഉണ്ടായിരുന്നു. ആ 2 കപ്പിലേക്ക് 2 ടീസ്പൂൺ ജലാറ്റിനും ചേർത്ത് കൊടുക്കുക. അപ്പോൾ മാങ്ങയുടെ പഴുപ്പ് എത്രയാണോ അതേ അളവിലാണ് ജലാറ്റിൻ ചേർക്കേണ്ടത്. 1 കപ്പിലേക്ക് 1 ടീസ്പൂൺ കണക്കാക്കിയിട്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം 2 ഒഴിച്ച് കൊടുത്ത് പിന്നെ അത് മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ കുറവാണ് തോന്നിയപ്പോൾ 1 ടേബിൾ സ്പൂൺ കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിതൊന്ന് ട്രാൻസ്പെറൻ്റ് ആക്കി എടുക്കണം. അപ്പോൾ അന്നല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം മാങ്ങ അടിച്ച് വെച്ചിട്ടില്ലേ, അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ വിസ്ക് കൊണ്ട് ഇതുപോലെ എല്ലായിടത്തും ഒരുപോലെ എത്തുന്ന വിധത്തിൽ നല്ലൊന്ന് മിക്സ് ചെയ്ത് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കാരണം അത് നല്ല പെട്ടെന്ന് തന്നെ തിക്കായി വരും. അതുകൊണ്ട് അപ്പോൾ ഇനി നമ്മളിത് ഏതിലാണോ സെറ്റ് ചെയ്യണത് അതിനുള്ള ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ വലിയ ഗ്ലാസ്, ജ്യൂസ് ഗ്ലാസ്സാണുള്ളത്. അപ്പോൾ അതിലേക്ക് ഇതുപോലെ പകുതിയായിട്ട് വെക്കുക. ഇനി നമുക്ക് ഇങ്ങനെ ഒഴിക്കണമെന്നില്ല, നമ്മൾ നേരെ നിർത്തി വെച്ചിട്ട് അടിയിലൊരു ലെയറും പിന്നെ മേലെ വൈറ്റും വെച്ചാലും മതി. അപ്പോൾ ഞാനിങ്ങനെ വെച്ച് കൊടുക്കാൻ വിചാരിച്ചു. പക്ഷേ എനിക്ക് കുറച്ച് റിസ്ക് ആയിട്ടോ അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ, കാരണം അത് വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും അതിൽ 2 ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇത് രണ്ടും ഞാനിതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതിലാണ് കംഫർട്ട് അതുപോലെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് റിസ്ക് ആയിട്ടാണെങ്കിലും ഞാനിതൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റായി കഴിഞ്ഞ ശേഷം ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒരു 2 മണിക്കൂർ ഇതൊന്ന് സെറ്റ് ചെയ്യാൻ നമുക്ക് വെക്കണം കേട്ടോ. അപ്പോൾ നല്ലൊന്ന് സെറ്റായി കഴിഞ്ഞ ശേഷമാണ് അടുത്ത ലെയർ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി ഞാനിതാ ഒരു പുഡിങ്ങിൻ്റെ ട്രൈ കൂടി ഉണ്ട് എൻ്റെ കയ്യിലേക്ക്. അപ്പോൾ ബാക്കി വന്നത് ഈ ഒരു ട്രൈയിൽ കൂടി ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ ഇനി ഇത് രണ്ടും കൂടെ ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം അടുത്തത് മിൽക്കിൻ്റെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2.5 ടീസ്പൂണ് ജലാറ്റിൻ എടുത്തിട്ടുണ്ട്. അതായത് 250 ml കപ്പിൽ പാലെടുക്കുന്നത്. അപ്പോൾ 2.5 ടീസ്പൂണ് ജലാറ്റിനും എടുത്തിട്ട് ഇതുപോലെ നല്ലൊന്ന് ട്രാൻസ്പെറൻ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഡബിൾ ബോയിൽ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് 250 ml പാല് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഞാൻ ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല കേട്ടോ, അതിൻ്റെ മുന്നെയാണിത്. അതിലേക്ക് മിൽക്ക് മേഡ് കേട്ടോ ഞാൻ മധുരത്തിന് ഇട്ട് കൊടുക്കുന്നത്. കാരണം അതൊന്നുകൂടി ടേസ്റ്റ് കിട്ടും. അല്ലെങ്കിൽ പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിൽക്ക് മേഡ് ചേർത്തിട്ടുണ്ട്. നല്ലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഇതിലേക്ക് ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണിന് പകുതി ഉപ്പിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഇതിലേക്ക് വാനില പൗഡറോ അതല്ലെങ്കിൽ എസൻസോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ജലാറ്റിനും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലൊന്ന് ചൂടായി നല്ലൊന്ന് എല്ലാം ഒന്ന് മിക്സായി വരുമ്പോൾ നല്ല തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം നല്ലൊന്ന് ചൂടായി വരണം കേട്ടോ. ചെറിയ തീയിൽ വേണം വെക്കാൻ. നല്ല ചൂടായി ഇത് അങ്ങനെ നല്ല ചൂടായി വരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല കുറുക്കം കിട്ടും. അതിന് ശേഷം ഞാൻ 200 ml ഫ്രഷ് ക്രീമാണ് കേട്ടോ ഇതെടുത്തിട്ടുള്ളത്. ഈ 250 ml ഒക്കെ ഒരേ ക്വാണ്ടിറ്റി അളവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ മിൽക്കൊന്ന് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, പെട്ടെന്ന് സെറ്റായി വരുള്ളൂ. ഇനി അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലൊന്ന് മിക്സ് ചെയ്യുക. ഇതുണ്ടോ ഫ്രഷ് ക്രീമും അതുപോലെ നമ്മളെ പാലിൻ്റെ മിക്സും പാടെ ഒന്ന് നല്ല മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പെട്ടെന്നൊന്ന് തിക്കായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള മാംഗോൻ്റെ നല്ലൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പാലിൻ്റെ മിക്സ് നേരെ വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ താഴത്തെ ലെയർ മാംഗോ മേലെ വൈറ്റ് അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാൻ ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം നമ്മുടെ പുഡിങ്ങിൻ്റെ ട്രേയിലേക്കും ബാക്കി ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ഇതാണ് നമ്മളെ അടിപൊളി പാനക്കോട്ട മാംഗോ പുഡിങ് കേട്ടോ, കണ്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്യണതിൻ്റെ മുന്നേ ഇതൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് മാങ്ങ ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് കണ്ടല്ലേ, കുഞ്ഞ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലെ ആദ്യം ഒന്ന് ലേശം കുറച്ച് പീസ് എടുത്തിട്ട് ഇതുപോലെ ഇതിൻ്റെ മേലെ വെക്കാം കേട്ടോ. അപ്പോൾ ചെറിയ അതാണ് ഞാൻ ചെറിയതായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം നമുക്ക് നമ്മളെ സ്ക്വയറായിട്ട് വെച്ചിട്ടില്ലേ നമ്മളെ പുഡിങ്ങിൻ്റെ ട്രേയിലേക്കും ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് നമുക്ക് എങ്ങനെ രീതിയിലാണോ ഡെക്കറേഷൻ ചെയ്യേണ്ടത് വെച്ചാൽ അതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. പക്ഷേ ഇത് കഴിക്കുമ്പോൾ ഈ മാംഗോ കൂട്ടിയിട്ട് നമ്മൾ ഈ പുഡിങ് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി കൂടാതെ ഇതിൻ്റെ കൂടെ നമ്മൾ പിസ്ത ഉണ്ടല്ലോ, പിസ്ത ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം അതും ഇതിൻ്റെ ഗ്യാപ്പിൽ കൂടെ ഒന്നുകൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ കാണാനും നല്ല രസമാണ്, അതുപോലെ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ മാംഗോ കഴിക്കുന്നതിൻ്റെ കൂടെ പിസ്തയോടെയും കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. എനിക്കിതിങ്ങനെ എടുത്ത് കാണുമ്പോൾ തന്നെ അറിയാൻ കണ്ടോ, അതിൽ പിസ്ത ഇതൊക്കെ മാംഗോ ഒക്കെ വന്നിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.